നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ, കേരളത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. UDF ഭയങ്കര എന്താ പറയുക, ഒരു ഭൂരിപക്ഷത്തിൽ ഒരു 100-ലധികം സീറ്റുകൾ നേടി അവർ വിജയിക്കുകയുണ്ടായി. അപ്പം ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകുന്നുള്ളതാണ് അല്ലേ. അവർക്ക് സീനിയോറിറ്റി ഉള്ള 3-4 പേരുണ്ട്. അതിലൊന്ന് ചെന്നിത്തലയാണ്, രമേശ് ചെന്നിത്തല, VD സതീശൻ, അതുപോലെ തന്നെ KC വേണുഗോപാൽ. ഈ 3 പേരും തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്നാണ് പറയുന്നത്. കാരണം കസേര ഒന്നേ ഉള്ളൂ, പക്ഷെ 3 പേര് മുഖ്യമന്ത്രി ആകും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി പോവാൻ എനിക്കൊന്ന് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കാൻ പോകുന്ന തിങ്കൾ ചൊവ്വയും VD സതീശനും, ബുധനും വ്യാഴവും മറ്റേ നമ്മുടെ ചെന്നിത്തലയും, അതുപോലെ തന്നെ വെള്ളിയും ശനിയും നമ്മുടെ KC വേണുഗോപാലും ഞായറാഴ്ച പൊതു അവധിയും കൊടുക്കുമായിരിക്കും. അത് കാരണം 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഇതേ ഒരാൾ കാണിക്കുന്നുണ്ട്, അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി സ്വന്തമായിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പറയുന്നത് അല്ലെ. പുള്ളിയുടെ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പുള്ളി വളരെ 10 കോടി രൂപ ആസ്തിയുള്ള വളരെ കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ളൂ. VD സതീശൻ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് പുള്ളിയെ സംബന്ധിച്ചുള്ള പുള്ളിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ കഴുതകളായിട്ടുള്ള അണികളെ വെച്ച് മുൻനിർത്തിയാണ് സത്യം പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ മൊത്തം ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ജയിച്ച ആൾക്കാർക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് അതൊരു ജോലിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നതേ ഇല്ല. കാരണം അതൊരു എന്താ പറയുന്നത്, ഒരു അധികാരം മാത്രമല്ല, അത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പൊസിഷനാണത് അല്ലേ. അത് കിട്ടുക മാത്രമല്ല, ഇവർക്ക് ഈ മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ആ മന്ത്രിയായിരിക്കേണ്ട ഒരു ഡിവിഷൻ ഉണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും ആഭ്യന്തരമായാലോ വിദ്യാഭ്യാസമായാലോ, ഇത് അവർക്ക് അതിനകത്ത് ഉയർന്നു നിന്നാൽ പോരാ, ഇവർക്ക് മുഖ്യമന്ത്രി ആകണം. അപ്പം ഇവരുടെ ആ ഉദ്ദേശം എന്തായിരിക്കണം അല്ലെ. മുഖ്യമന്ത്രി ആകണമെന്നല്ല മാത്രമല്ല, ഇവർ പറഞ്ഞല്ലോ ജനസേവനമാണ് മുന്നോട്ട് നിൽക്കുന്നതെങ്കിൽ ജനസേന സേവിക്കാൻ ഇന്നൊരു മന്ത്രിയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏത് മന്ത്രിയായാലും ഇപ്പൊ നയനാറിന്റെ, നമ്മുടെ EK നയനാറിന്റെ ഒരു വീഡിയോ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് കാണുക. അദ്ദേഹം പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും മന്ത്രിയാകാം അല്ലെ. മന്ത്രിസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അത് ഏത് മന്ത്രിസ്ഥാനം കിട്ടിക്കോട്ടെ, എന്ത് മന്ത്രിസ്ഥാനം കിട്ടിക്കോട്ടെ, ആ മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഫൈറ്റ് ചെയ്യുകയോ നിങ്ങൾക്ക് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരികയോ ജനങ്ങൾക്ക് അതായത് അടുത്ത പരിഷ്കരണത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യാം. മുഖ്യമന്ത്രി ആകണം തന്നെ ഇല്ല അല്ലെ. VD സതീശൻ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റു തുന്നം പാടിയപ്പം ചെന്നിത്തലയായിരുന്നു ഇതിന്റെ പീക്കിൽ നിന്നിരുന്നത്. അത് VD സതീശനായപ്പോൾ VD സതീശൻ പ്രവർത്തനം തന്നെ ആയിരിക്കാം ഇപ്പം 100 സീറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിലൂടെ യോഗ്യം എന്ന് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ തന്നെയാണ് മാറി എന്നിട്ട് ജയിച്ചു കഴിയാൻ നേരത്ത് വന്നിട്ട് അദ്ദേഹം അതിനേക്കാളും നല്ല ഇതിനെ അവസരം കൊടുക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾക്കൊരു ഇതില്ല, ഏതാ പറയുക, ഐക്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അല്ലെ. ജനങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KSRTC പെണ്ണുങ്ങൾക്ക് ഇത് കൊടുക്കുക. പെണ്ണുങ്ങൾ എന്തോ സംവരണം കിട്ടേണ്ട വിഭാഗമൊന്നും അല്ല, അവർക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കാനൊന്നും അവർ അവകാശപ്പെടുന്നുമില്ല. നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. സത്യം പറഞ്ഞാൽ കുറെ എന്താ പറയുന്ന ഹെൽത്ത് യൂണിറ്റുകൾ നിങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ വിളിച്ച് പറഞ്ഞിട്ട് നാടിനെ കടക്കണി കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ.